ജീവിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ എത്രയാണോ അത് മുഴുവനും നന്മ നിറഞ്ഞതാക്കി നിരന്തരമായ നന്മകളിലൂടെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരായി തീരുക എന്നതാണ് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യം. ഒരുപക്ഷെ ജീവിതത്തെ മുഴുവനും നന്മയിലാക്കി നിർത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സമാപനത്തെക്കുറിച്ച് ഓർക്കുക എന്നതാണ്. ജീവിത സമാപനം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മരണമെന്ന് വിളിക്കുന്നത്. എത്ര വലിയ ഉപദേശമാണ് മരിച്ചവരിലേക്ക് നോക്കുക എന്നത്. മരണപ്പെട്ട ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ടവരെ കാണുമ്പോൾ ആ മരണപ്പെട്ടവർ നമ്മളോട് സംസാരിക്കുന്നില്ലെങ്കിലും അവർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ ആ മരിച്ചു കിടക്കുന്നവരുടെ മുഖങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പശ്ചാത്തപിക്കുവാൻ നമ്മുടെ മനസ്സിനെ അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ അതിശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ആ മരിച്ചവർ നമ്മളോട് വാചാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിരന്തരമായി കേൾക്കുകയും ഉത്ബോധിപ്പിക്കപ്പെടുമ്പോഴും അല്പം കഴിഞ്ഞാൽ അതെല്ലാം മറന്ന് നാം നമ്മുടെ ശീലിച്ച ജീവിത ശൈലിയിലേക്ക് മാറുകയാണ് യഥാർത്ഥത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും സുഹൃത്തുക്കളെ, ഇടയ്ക്കെല്ലാം അത് ഓർക്കുന്നത് നല്ലതാണ്. വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. നിരന്തരമായിട്ടുള്ള നന്മയ്ക്കുള്ള ഒരു പ്രചോദനം അള്ളാഹു നമുക്ക് തരുമ്പോൾ മരണത്തെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നീ വിരമിച്ചാൽ നീ എന്ത് ചെയ്യണം? വീണ്ടും അധ്വാനത്തിലേക്ക് നിരതനാകണം. ആ അധ്വാനങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെന്ന പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടുകൂടെയാണ് ആ നന്മയിലെല്ലാം നാം നിരതമാവേണ്ടത്. മരണം എന്തുകൊണ്ടാണ് ഒരു മഹാസംഭവമായി മാറുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ വേർപെട്ടു പോകുന്ന ആ അവസാനത്തെ നിമിഷം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഗൗരവപരമായി തീരുന്നത്? കടലിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നു. ആകാശങ്ങളെയും അന്യഗോളങ്ങളെയും തങ്ങൾക്ക് അതീതമാക്കി എന്ന് പറയുന്നു. മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന റോബോട്ടുകളെ കണ്ടുപിടിച്ചെന്ന് മനുഷ്യൻ പറയുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഈ കണ്ടുപിടിച്ച മഹാശാസ്ത്രജ്ഞന്മാരും ചക്രവർത്തിമാരും രാജാക്കന്മാരും എല്ലാം വിനീതരായി, വിനയാന്വിതരായി മരണത്തിന് മുന്നിൽ കണ്ണ് ചിമ്മിക്കടന്നിട്ടുണ്ട്. ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു വിധിയാണ്, അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്, മനുഷ്യ ജീവിതത്തിന്റെ ഒരവധിയാണ് മരണമെന്ന് പറഞ്ഞാൽ. അതിനെ അതിജീവിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. യാഥാർത്ഥ്യവുമായി ആ മരണത്തിന്റെ വെപ്രാളം നമ്മളിലേക്ക് വരും. ഞാൻ ഈ ലോകത്ത് നിന്നും അവസാനിച്ചു പോകുന്നു എന്ന ഒരു സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാകും. അതിൽ നിന്നും മാറിപ്പോവാൻ, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ, ആ മരണത്തിൽ നിന്നും മാറിപ്പോവാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത അലംഘനീയമായിട്ടുള്ള ഒരു വിധിയാണ് മരണമെന്നതാണ് മരണത്തെ ഏറ്റവും വലുതാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് സുഹൃത്തുക്കളെ, മരണം ഒരു വേർപാടാണ്. നമ്മുടെ വീടിന്റെ പടികളിൽ നിന്നും നമ്മെ ഇറക്കിക്കൊണ്ടുപോകുന്ന നിമിഷം. അതാണല്ലോ സുഹൃത്തുക്കളെ ഫിറാഖ് എന്ന് ഖുർആൻ വിളിച്ചത്. അതിനെയാണ് ആ വേർപാടാണ്. ഇവിടുന്ന് വേർപെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വേദനയല്ലേ സുഹൃത്തുക്കളെ? എത്രയോ വർഷങ്ങൾ ഉപയോഗിച്ച ഒരു വാഹനം അത് ഉപയോഗിക്കാൻ പറ്റാഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അതിന് പകരം പുതിയതൊന്ന് വാങ്ങി. എങ്കിൽ പോലും ഇടയ്ക്ക് നമ്മുടെ കണ്ണുകൾ പരതും ആ പഴയ വാഹനം എവിടെയാണ്. കാരണം അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇഷ്ടമാണ്. നാം ഒന്നിനെയും വേർപെടുത്തി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. വേർപെട്ടു പോയതെല്ലാം മനസ്സിലൊരു ദുഃഖമായി നിൽക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം ഒരു നിമിഷം നമ്മളിൽ നിന്ന് വേർപ്പെടുന്ന ഒരു സെക്കൻഡ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാം. നമ്മുടെ മക്കൾ, നമ്മുടെ സ്വത്തുക്കൾക്ക് ഇനി നമുക്ക് അവകാശമില്ലെന്ന് അവർ തീരുമാനിക്കും. അതല്ലേ അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ? എന്റെ സ്വത്ത് എനിക്ക് അവകാശമില്ലെന്നും അതിന് ഞങ്ങളുടേതാണെന്നും
അവർ പറയാതെ പറയും. എല്ലാം നമ്മുടേതല്ലാതെ അന്യമായി തീരുന്ന ഒരു സമയമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അതെങ്ങനെ താങ്ങാനാകും? ഒരു ചെറിയ വേർപാട് പോലും, ഒരു 2 ലക്ഷത്തിന്റെ നഷ്ടം പോലും വേദനയായി മനസ്സിൽ മായാതെ കിടക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെതെല്ലാം തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നിന്റെ സ്വത്തും നിന്റെ സമ്പാദ്യവും കുടുംബങ്ങളും എല്ലാം നിന്നെ ഏൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. അതുകൊണ്ട് ഈ സൂക്ഷിപ്പ് സ്വത്തുക്കളെല്ലാം എല്ലാ സൂക്ഷിപ്പ് സ്വത്തുക്കളും സമയമാകുമ്പോൾ തിരിച്ചേൽപ്പിച്ചു കൊടുക്കേണ്ടി വരുന്നതാണ്. എല്ലാം തിരിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന സമയമാണത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. നിങ്ങളെല്ലാവരെയും ഒറ്റക്കൊറ്റക്ക് ഞാൻ കൊണ്ടുവരും, ആദ്യം സൃഷ്ടിച്ചതുപോലെ തന്നെ. നിങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുവരും. ആ വറാഅലുഹൂരിക്കും എല്ലാം പുറകിലിട്ടുകൊണ്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും ഇനി നിനക്കൊരു പ്രയോജനവുമില്ല. അതിലൊന്നും നിനക്ക് നിന്റേതെന്ന് പറഞ്ഞ ഒന്നിലും നിനക്കൊരു പ്രയോജനവുമില്ല. നിനക്കൊരു ഉപകാരവും കിട്ടാത്ത ഒരു സമയമാകുന്നു മരണമെന്ന് പറഞ്ഞാൽ. സുഹൃത്തുക്കളെ, തീർച്ചയായും മരണചിന്തക്ക് ചില അനുകൂല ഘടകങ്ങളുണ്ട്. ഒരനുകൂല ഘടകം എന്താ അറിയുന്നത്? ഏറ്റവും പ്രധാനം, നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ വലിയ സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനും കൊണ്ടെടുക്കുകയാണ്. എന്നാൽ മരണചിന്തക്ക് ഒരു ആശ്വാസത്തിന്റെ വശമുണ്ട്. അതെന്താ അറിയോ സുഹൃത്തുക്കളെ? നമ്മളെ എത്ര മനോഹരമായ ഒരു വീട് താമസിക്കാൻ ഒരുക്കിയാലും, എത്ര പ്രിയപ്പെട്ട വീടാണെങ്കിലും എത്ര കാലമുണ്ട് അവിടെ എന്ന് ചിന്തിക്കുമ്പോൾ, മരണം വരുമ്പോൾ ഒഴിവാക്കി പോകണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നില്ല. എന്ത് തന്നെ വേദനകൾ മനസ്സിലേക്ക് തോന്നുമ്പോഴും ഖബറിലെ വേദന, പരലോകത്തെ വേദന, നരകത്തിന്റെ വേദന അത്ര ഇല്ലല്ലോ ഈ വേദനയൊന്നും എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ വേദനകളും എല്ലാ വിഷമങ്ങളും നമുക്ക് ചെറുതായി തോന്നും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കുന്നതാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാവരുടെയും പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കും. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്ത് കയറിയാൽ അവൻ രക്ഷപ്പെട്ടു. ഇനിയാണ് അള്ളാഹു ആ ആയത്തിനെ എങ്ങനെ അവസാനിപ്പിച്ച നിരങ്ങള്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോകത്തെ എല്ലാ വിഭവങ്ങളും വഞ്ചനയുടെ ചിറക്കാണ്. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ സുഖത്തിലേക്ക് നടന്നടുക്കേണ്ട, ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ തടിയെ രക്ഷപ്പെടുത്തേണ്ട ഈ ലോക ജീവിതം ഭൗതികമായ സുഖങ്ങൾക്കും ഭൗതികമായ ഭയങ്ങൾക്കും വേണ്ടി സമർപ്പിച്ചവർ എത്ര വിഡ്ഢികളാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആ സ്വർഗത്തെ ആഗ്രഹിച്ചും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, മരണത്തെ അതിജീവിക്കാൻ പറ്റും. എങ്ങനെ അതിജീവിക്കാൻ പറ്റും? മരിക്കാതിരുന്നിട്ടല്ല. പിന്നെ എങ്ങനെ അതിജീവിക്കാൻ പറ്റാന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് നന്മ പ്രവർത്തിച്ചാലും അത് അള്ളാഹു അറിയും എന്ന് പറഞ്ഞാൽ, ജനിച്ച് മരിക്കുന്നത് വരെ ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടും. എന്നിട്ട് എന്തേ പറഞ്ഞു? ഏറ്റവും നല്ല യാത്രാഭക്ഷണം തഖ്വയാണ്. ഹജ്ജിന് പോണവന്റെ ഏറ്റവും നല്ല യാത്രാഭക്ഷണം തഖ്വയാണ്. മരിച്ചു പോണവന്റെ ഏറ്റവും വലിയ യാത്രാഭക്ഷണം എന്തെന്നെയാണ് സുഹൃത്തുക്കൾ? തഖ്വയാണ്. ഒന്നും പേടിക്കാനില്ല. അതായത് അമലുകൾ, സൽക്കർമ്മങ്ങൾ മരണത്തെ അതിജീവിക്കാൻ പര്യാപ്തമായതാണ്. സുഹൃത്തുക്കൾ, എന്തെങ്കിലുമൊക്കെ നല്ലത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ബോധം അത് നമ്മളെ നിർഭയനാണ്. ഒരു പേടി നമുക്കുണ്ടാവില്ല. എന്ത് അസുഖം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ചിലതൊക്കെ പ്രവർത്തിച്ച് ഒരുങ്ങിയാണ് ഇരിക്കുന്നത് എന്ന് നമ്മളെ മനസ്സ് പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും നന്മകളുമായി ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. പക്ഷേ സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരായ, ഹതഭാഗ്യവാന്മാരായ 2 പേരെ കുറിച്ച് പറയേണ്ടതുണ്ട്. അത് ഒരാൾ ആരാണ് സുഹൃത്തുക്കളെ? ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ, എന്തോ ഒരു തിന്മ ജീവിതത്തിൽ വന്നു പെട്ടു. എത്രയോ സന്ദർഭങ്ങൾ അതിനെ മാറ്റിവെക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അതിനെ മാറ്റിവെക്കാൻ കഴിയാതെ അതേ അവസ്ഥയിൽ അവർ കണ്ണടച്ചു. അവനാണ് ഒരു ദൗർഭാഗ്യവാൻ.
തന്റെ തിന്മകളെ മാറ്റിയെടുക്കാൻ എത്രയോ അവസരങ്ങളും ഉത്ബോധനങ്ങളും താക്കീതുകളും കിട്ടിയിട്ടും വർഷങ്ങളോളം ആ നന്മക്കടിമയായി ജീവിച്ച് അവസാനം ആ തിന്മയിൽ മരിച്ചുപോയി. ഒന്ന് അവസാനത്തെ തൊണ്ടയിലെ ശബ്ദം വരുന്നതിന് മുമ്പെങ്കിലും ഒന്ന് ഖേദിച്ചു മടങ്ങാൻ അവസരം കിട്ടാത്ത, അതാണ് സുഉൽ ഖാത്തിമ. ഒരു പക്ഷേ മരണത്തിന്റെ ചീത്തയായ പര്യവസാനം എന്ന് പറയുന്നത്, ചീത്തയായ മരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതായിരിക്കാം. തിന്മകളിൽ നിന്ന് മോചനം നേടാതെ മരണത്തെ കൈവരിക്കേണ്ടി വരുന്നവരാണ് ഒരു ഹതഭാഗ്യൻ. രണ്ടാമത്തെ ഹതഭാഗ്യൻ ആരാണെന്ന് സുഹൃത്തുക്കളെ, സ്വർഗം നേടാൻ പറ്റുന്ന, സ്വർഗമാക്കി മാറ്റാൻ പറ്റുന്ന ധാരാളം സമ്പത്തും ആരോഗ്യവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിൽ നിന്നൊന്നും പരലോകത്തേക്ക് മാറ്റിവെക്കാത്ത അവനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യൻ. ഒന്നും മാറ്റിവെച്ചില്ല. നല്ല ആരോഗ്യപരമായ യുവത്വം, ആ സന്ദർഭത്തിൽ പരലോകത്തിന് വേണ്ടി ഒരു നന്മയും ചെയ്യാൻ അവസരം കിട്ടാത്ത ഒരു വ്യക്തി. ധാരാളം സമ്പത്ത് തന്റെ കൈകളിലൂടെ കടന്നുപോയി, പക്ഷെ അതിൽ നിന്നൊരു വിഹിതം, വേദനിക്കുന്ന ഒരു വിഹിതം മരണം വരെയും അള്ളാഹുവിന്റെ വഴിയിൽ നീക്കിവെക്കാൻ അവന് സാധിച്ചില്ല. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. പടച്ചോനെ, ഒരു ചെറിയ സമയം നോക്ക് നിങ്ങൾ. ഈ സമ്പത്തുമായി കെട്ടിമറിഞ്ഞ് ദശാബ്ദങ്ങളോളം അതിന്റെ ചെക്ക് ബുക്കും കയ്യിൽ വെച്ച് നടന്നിട്ട്, സ്വർണ്ണ കൂമ്പാരങ്ങളും സമ്പത്തും വെച്ചിട്ട് അതിനൊരു നോട്ട് വലിക്കാൻ തോന്നാത്തവൻ അവസാനം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ പറയാണ്, പടച്ചോനെ കുറച്ച് സമയം. എന്തിനാണ് ആ സമയം? സദക്ക കൊടുക്കാൻ കുറച്ചൊരു സമയം, ഒരു വസിയത്ത് പറയാൻ. എനിക്കൊരു സമയം വേണം ചോദിക്കും. സമ്പത്ത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ഖബറിക്കൊക്കെ പോകുമ്പോൾ അവിടെ കാണാൻ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവനാണ് സുഹൃത്തുക്കളെ, ആ സമയത്ത് ചിന്തിക്കുന്നവനാണ് മറ്റൊരു ഹതഭാഗ്യൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ നല്ല നല്ല അവസരങ്ങളെ നന്മകളാക്കി മാറ്റിയാൽ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഒന്നും ബേജാറാകാനും ആശങ്കപ്പെടാനും. ചില ആൾക്കാർ മരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നടക്കാൻ, ഭർത്താവിന്റെ പീഡനങ്ങളിൽ ജീവിക്കുന്ന ചില ഭാര്യമാർ പറയണം, ഇയാൾ സ്വാഭാവികമായി ഒന്ന് മരിച്ചാൽ എനിക്കൊന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ എന്നാണ്. മാതാപിതാക്കളെ പീഡിപ്പിച്ച് സ്വൈരം കൊടുക്കാത്ത മക്കളെ കുറിച്ച് ഒരു പക്ഷെ അങ്ങനെ വിചാരിക്കാം. നമ്മുടെ നാട്ടിൽ മുഴുവൻ ആളുകൾക്കും ദ്രോഹം വരുത്തുന്ന ആളുകളെ കുറിച്ച് അയാളൊന്ന് മരിച്ചു കേട്ടെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പോകും പല ആളുകളും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ എത്ര നല്ല വാക്കുകളാണ്. കുന്നാ ജുലൂസ് ഇൻദ റസൂലില്ല ഇൻദ നബി, നബിന്റെ അടുക്കൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇദാ ത്വലഅത്ത് ജനാസ, അപ്പോൾ ഒരു ജനാസ വന്നു, ഒരാളെ മരിച്ച ഒരാളെ മയ്യത്തിൽ കൊണ്ടുവന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പറഞ്ഞു മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ, വിശ്രമിക്കുന്നവൻ അല്ലെങ്കിൽ വിശ്രമിക്കപ്പെടുന്നവൻ. ആരാണ് മുസ്തറാഹു മിൻഹു? കുല്ല, ഞങ്ങൾ ചോദിച്ചു, മാ യസ്തരീഹു വ യുസ്തറാഹു മിൻഹു, എന്താണ് പ്രവാചകരെ ഈ പറഞ്ഞത്? അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ മുഅ്മിൻ യമൂത്, ഒരു സത്യവിശ്വാസി, ഒരു നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ വയസ്തരീഹു മിൻ ഔസാബി ദുനിയ വ ബലാഇഹ വ മുസീബാതിഹ, ഒരു നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ അയാൾ രോഗങ്ങളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, ദുനിയാവിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ രക്ഷപ്പെട്ടില്ല. ഇനി അയാൾക്ക് വേദനയല്ല, വിഷമമൊന്നുമില്ല, അയാൾക്ക് വിശ്രമമാണ്. ഇനി മുതൽ മുഴുവൻ വിശ്രമം, സമാധാനത്തോടെ. നം സാലിമൻ കൽ ഉറൂസ്, നീ നല്ലൊരു മണവാളനെ പോലെ ഉറങ്ങിക്കോന്നാണ്. ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്നതിന്റെ ഭൗതിക സുഖങ്ങളുടെ 1000 മടങ്ങ് സുഖം ഖബറിലും അവരനുഭവിക്കുന്നു. വിശ്രമ ജീവിതം, സന്തോഷ ജീവിതം ഒരു പ്രശ്നമല്ല. എന്നാൽ മറ്റേതാരാണ് സുഹൃത്തുക്കളെ? എന്നാൽ അവിശ്വാസി, തിന്മക്കടിമപ്പെട്ട് ജീവിച്ചവൻ, യമൂത്ത്, അവൻ മരിച്ചാൽ ഫയസ്തരീഹു മിൻഹുൽ ഇബാദ്, മറ്റുള്ള മനുഷ്യർക്ക് അവനിൽ നിന്ന് രക്ഷയായി, വിശ്രമമായി. വൽ ബിലാദ്, നാടുകൾ അവന്റെ പീഡനങ്ങളിൽ നിന്ന്, അവന്റെ പരാക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. വശജറു വദ്ദവാബ്, മരങ്ങളും ജീവികളും എല്ലാം രക്ഷപ്പെട്ടു. ഞാനും നിങ്ങളും മരിച്ചാൽ സുഹൃത്തുക്കളെ എല്ലാവരും എന്തു പറയും? ഓ, രക്ഷപ്പെട്ടല്ലോ എന്നാരെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ പറയാതെ വിചാരിച്ചു പോകുമോ? അങ്ങനെ വിചാരിക്കാതിരിക്കാൻ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്മയായി ജീവിക്കുക. ഏത് സന്ദർഭങ്ങളിലും നമ്മൾ മരിച്ചാൽ നമ്മെ ഓർമ്മ വരും, അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാം ചിന്തിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതുകൊണ്ട് ഒരു നിശ്ചിത അവധിയാണ് സുഹൃത്തുക്കളെ, ആ അവധി തീരുമാനിച്ചു കഴിഞ്ഞു.
തിഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു. ഇങ്ങനെ നെഞ്ചത്തൊന്ന് വെച്ച് നോക്കിയാൽ മതി. ഈ ഹൃദയമിടിപ്പില്ലേ, ആ ഹൃദയമിടിപ്പിനെ ഒരു സെക്കൻഡ് സൂചിയായി, ഒരു മിനിറ്റ് സൂചിയായി മനസ്സിൽ വിചാരിക്കൂ. അത് നിൽക്കാതെ വിശ്രമിക്കാതെ മിടിക്കുന്നുവെങ്കിൽ ആ മിടിപ്പുകൾ എന്റെയും നിങ്ങളുടെയും അവധിയിലേക്കുള്ള സമയത്തെയാണ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു വസിയ്യത്ത് പറയാൻ പോലും സമയം കിട്ടാതെ കണ്ണടക്കുമെന്നതാണ് മരണങ്ങളും നമ്മുടെ മുന്നിൽ മരിച്ചു കിടക്കുന്നവരും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പരമാവധി സൂക്ഷ്മതയോടുകൂടെ പൂർണ്ണമായ തൗഹീദോടുകൂടെ കലിമയുടെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ബിദ്അത്തുകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മുക്തമായിക്കൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹു ജീവിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരൻ, മരണമായ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അത് വളരെയധികം ഫലങ്ങളുള്ള ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾക്ക് അറിയുമോ എന്നറിയില്ല, ഞാൻ നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയും നല്ലവരായ അടിമകളിലും രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, നല്ലവരായ അടിമകളിൽ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഷെയ്ഖ് സാലിഹ് ബിൻ ഉസൈമീൻ റഹ്മഹുല്ലാഹ് ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സ്വാലിഹാണെങ്കിൽ, നമ്മളൊരു സാലിഹായ വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ലോകത്ത് ഈ സമയം 1 കോടി ആൾക്കാർ നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ആ 1 കോടി ആൾക്കാരെ പ്രാർത്ഥന നമുക്ക് കിട്ടും. എന്തുകൊണ്ട്? നല്ല അടിമയ്ക്ക് സമാധാനം ഉണ്ടാകുന്ന നല്ല അടിമയാണ് നമുക്ക് കിട്ടുമെന്നാണ്. പ്രാർത്ഥിച്ചാൽ അത് മുറിയാതെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ആത്മമിത്രങ്ങൾ, നമ്മളോടൊപ്പം ജീവിച്ചവർ, നമ്മളോടൊപ്പം സഹവസിച്ചവർ, നമുക്ക് ഏറ്റവും പരിചിതരായ ആളുകൾ, അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ നാം തീർച്ചയായും അവിടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും സൽഫലങ്ങൾ ഉണ്ടാകും. അസാന്നിധ്യത്തിലുള്ള ആവശ്യപ്പെടാത്ത പ്രാർത്ഥനകൾ തീർച്ചയായും ഉപകാരപ്പെടും. നമ്മുടെ ഈ പള്ളിയുമായി ഏറെ ബന്ധപ്പെടും. ഈ പള്ളിയുടെ സ്ഥാപനത്തിന് മുമ്പ് മുതൽ തന്നെ ഈ പള്ളിയെ ബന്ധപ്പെടുകയും ഇതിൻ്റെ പരിപാലനത്തിൻ്റെ ഒരു കർമ്മം നിർവഹിക്കുകയും എല്ലാ സന്ദർഭങ്ങളിലും ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു സഹോദരന്റെ ജനാസയാണ് ഇന്നലെ നമ്മളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നമസ്കരിച്ചത്. അള്ളാഹു അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളെയും പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാവട്ടെ.